Hi dear students, next topic is definite integral and displacement. നമ്മൾ ഒരു ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂ മാത്രം അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രലിന്റെ ജോമെട്രിക്കൽ മീനിങ് ഒക്കെ പറയുകയുണ്ടായി അല്ലേ? അപ്പൊ ഒരു ഫംഗ്ഷൻ സപ്പോസ് എ ഫംഗ്ഷൻ ടേക്സ് positive and negative values between a and b. Suppose that a and b are like this and the function is like this between a and b. Need not be zero at a the function is like this and decreasing it goes to negative values. നോക്കുക ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എങ്ങനെയാണ് കാണുക? അതാണ് നമ്മളുടെ y equal to f of. അപ്പൊ ഇവിടെയും നമ്മള് എക്സ് നോട്ട് ഈക്വൽ ടു എ ആയിട്ട് എക്സ് എൻ ഈക്വൽ ടു ബി ആയിട്ട് x1 x2 ഇതിന്റെ ഇടയിലെ നമ്പേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും. ഇവിടെ എഫ് ഓഫ് c1 എന്ന് പറയുന്നത് ഈ എക്സ് നോട്ടിനും എക്സ് വണ്ണിനും ഇടയിൽ എഫ് ഓഫ് c1 ഇൻറ്റു ഡെൽറ്റ x1. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എന്ന് എടുക്കും. Now what will be the Riemann sum? So ഇവിടെ Riemann sum f of c1 into this, f of c2 into this, ഇവിടെ f of c3 into this. ഈ ഇന്റർവെല്ലിലെ ഈ ഭാഗത്താണ് ടാഗ് വരുന്നെങ്കിൽ c3 എന്ന് പറയുന്നത് c3 ഇവിടെയാണ് വരുന്നെങ്കിൽ f of c3 will be negative. f of c3 will be negative. f of c4 will be negative. അടുത്ത ഇന്റർവെല്ലില് f of c4 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? this will be negative. Now നമ്മൾ ഈ ഏരിയ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഏരിയ സബ്ട്രാക്ഷൻ ആണ് ഉണ്ടാവുക. കാരണം ഇവിടെയൊക്കെ നെഗറ്റീവ് വാല്യൂസ് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? സബ്ട്രാക്ഷൻ ആണ് സംഭവിക്കുക. Therefore, if we call this S1, this S2, and this as S3, integral a to b f of x dx equal to S1 minus S3 ഇതിനെ നമ്മൾ that is equal to area above x-axis minus area below x-axis. അപ്പൊ x-axisന് മുകളിലാവുമ്പോൾ മാത്രമാണ് ഇന്റഗ്രലിന്റെ വാല്യൂ ഏരിയയും സെയിം ആവുന്നത്. x-axisന്റെ താഴെ ആവുമ്പോൾ x-axisന്റെ മുകളിലുള്ള ഭാഗത്തിന്റെ ഏരിയ കണ്ടിട്ട് അതിൽ നിന്നും ഇതൊക്കെ മുകളിലുള്ള ഭാഗത്തിന്റെ ഏരിയ ആഡ് ചെയ്യും, അതിൽ നിന്ന് താഴെയുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്യും. ഇതായിരിക്കും നമ്മളുടെ മെത്തേഡ്, റൈറ്റ്? പക്ഷെ റീമാൻ സം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇന്റഗ്രൽ a to b f of x dx equal to 1 to n f of ck delta x limit n tends to infinity തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യും, റൈറ്റ്? കാരണം എഫ് ഓഫ് സി കെ ഈ വാല്യൂവിൽ പോസിറ്റീവ് ആയിരിക്കും, ഇത് ഓട്ടോമാറ്റിക്കലി ദ എഫ് ഓഫ് സി കേസ് ഇൻ ദിസ് region will be negative. And അപ്പൊ ഇത് ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ചിട്ട് ഇത് ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് ജോമെട്രിക്കലി ഇങ്ങനെ വരാൻ കാരണം.
ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. What will be, for example, integral 0 to 2 x minus 1 dx. നമ്മൾ ജോമെട്രിക്കലി കാണുകയാണെങ്കിൽ x minus 1 എന്നുള്ള സ്ട്രൈറ്റ് ലൈൻ x minus 1 സീറോയില് 2ല് 0ല് ഇതിന്റെ വാല്യൂ -1 ആയിരിക്കും, 2ല് ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും അല്ലെ. 0ല് -1 ആയിരിക്കും, 2ല് 1 ആയിരിക്കും, 1ല് 0 ആയിരിക്കും. This will be the graph of the function. Now what will be the area? ഈ റീജിയൻ എന്ന് പറഞ്ഞാല് എക്സ് ആക്സിന്റെ താഴെയാണ്, ഈ റീജിയൻ എന്ന് പറഞ്ഞാല് എക്സ് ആക്സിന്റെ മുകളിലാണ്. ഇന്റഗ്രൽ 0 to 2 x minus 1 dx equal to area above x-axis minus area below x-axis, right? So blue area എന്താണ് വരിക? Equal to ഇത് 1/2 into 1 into 1 ആണ് വരിക, മൈനസ് താഴത്ത് 1/2 into 1 into 1 ആണ് വരിക. x minus 1 integral x minus 1 dx എന്ന് പറഞ്ഞാല് x square by 2 minus x plus c ആണ് വരിക. ഇന്റഗ്രൽ 0 to 2 ഇവാലുവേറ്റ് ചെയ്താല് അപ്പർ ലിമിറ്റ് എടുത്താല് 4/2 minus 2 വരും, ലോവർ ലിമിറ്റ് എടുത്താൽ 0 ആണ് വരിക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇന്റഗ്രല് നമ്മളെ ഏരിയ ആഡ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് ആൻസർ കിട്ടാൻ കാരണം എന്താണ്? ഒരു റീജിയൻ എക്സ് ആക്സിന്റെ മുകളിലാണ് കിടക്കുന്നത്, ഒരു റീജിയൻ എക്സ് ആക്സിന്റെ താഴെയാണ് കിടക്കുന്നത്, റൈറ്റ്? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിസിക്കൽ ആപ്ലിക്കേഷൻ പറയാം. നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പാർട്ടിക്കിള് ഒരു v of t എന്നുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി വേരിയിങ് ആണ്. s of t equal to velocity at a time t equal to distance traveled at a time t equal to integral v of t dt. t varies from ഏത് പോയിന്റിലാണെങ്കിൽ ഇപ്പൊ 0 to t ഇതായിരിക്കും നമുക്ക് എന്താ പറയാ ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാനുള്ള ഫോർമുല. ഉദാഹരണമായിട്ട് ഒരു പ്രോബ്ലം നോക്കാം. The velocity function a car moving along a straight road is given by v of t equal to t minus 20 for 0 to 40, where v of t is measured in feet per second and t in seconds. Show that at t equal to 40 the car will be in the same position as it was initially. So what we have to find? We have to find velocity at 40 എന്ന് പറഞ്ഞാൽ
വി ഓഫ് 40. വി ഓഫ് 40 എന്താണ് നമുക്കറിയാം. പക്ഷെ നമുക്ക് കാണേണ്ട എസ് ഓഫ് 40 ആണ്. വാട്ട് ഈസ് ദ പൊസിഷൻ അറ്റ് 40? അപ്പൊ എസ് ഓഫ് ടി കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ ഏത് മുതൽ ഏത് വരെയാണോ എ ടു ബി അല്ലെങ്കിൽ T1 to T2. T1 to T2 എന്നല്ലേ ശരിക്ക് ടൈം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0-ലാണ്. എല്ലാ പ്രോബ്ലത്തിലും അധികം 0 to T V of T. അപ്പൊ അവിടെ ഇതിന് വാല്യൂ കൊടുക്കരുത്, കാരണം ഇത് ഇന്റഗ്രേറ്റിംഗ് വേരിയബിൾ ആണ്. ഇവിടെ എസ് ഓഫ് 40 എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ 0 to 40 V of T. ഈ 40-നോട് കണക്റ്റഡ് ആണ്, അങ്ങനെ ഓർത്താൽ മതി. Now what we have to find, നമുക്ക് വേണ്ടത് that is integral 0 to 40 T minus 20. ഇതിന് നമുക്ക് ജോമെട്രിക്കലിയും കാണാം. T-20ന്റെ ഗ്രാഫ് വരച്ചാൽ മതി. T-20ന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാല് T equal to 0 to 40 ആണ്. T0 ആകുമ്പോൾ -20 ആയിരിക്കും. T40 ആകുമ്പോൾ 20 ആയിരിക്കും. ഞാൻ നേരത്തെ ചെയ്തത് പോലെ തന്നെ. അപ്പൊ നമ്മള് സ്കെയില് 20 സ്കെയിൽ എടുത്താൽ മതി. സോറി 10 സ്കെയിൽ എടുത്താൽ മതി. 10, 20, 30, 40. ഇവിടെ 10, 20, -10, -20. അപ്പൊ 0 ആകുമ്പോൾ -20 ആയിരിക്കും. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. രണ്ടാമത്തത് 20 ആകുമ്പോൾ 40 ആണ്. 20 ആകുമ്പോൾ 40 എന്ന് പറഞ്ഞാല് അല്ല സോറി 40 ആകുമ്പോൾ 20 ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ പോയിന്റ്. സംവർ ബിറ്റ്വീൻ T equal to 20 ആവുമ്പോൾ 0 ആവുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. This will be the graph of, ഇതാണ് f of t equal to T minus 20 എന്നുള്ളതിന്റെ ഗ്രാഫ്. Now we have to integrate this function from 0 to 40. For that we have above x-axis this region and below x-axis this much. Now what will be the integral? Integral 0 to 40 T minus 20 f of 40 equal to dt. This is equal to area above x-axis minus area below x-axis. That is equal to ഇത് എന്ന് പറഞ്ഞാല് ഇത് 20 അല്ലേ, 20 to 40 പറഞ്ഞാൽ ഇത് 20 ആയിരിക്കും. ഇനി ഈ ഹൈറ്റോ ഇതും 20 ആയിരിക്കും. അപ്പൊ half into 20 into 20 മൈനസ് അല്ലെ, ആ ബ്ലൂ റീജിയന്റെ ഏരിയ എന്ന് പറഞ്ഞാല് half into 20 ആയിരിക്കും. ഗ്രീൻ റീജിയന്റെ ഏരിയ പറഞ്ഞാല് again half into 20 into 20 ആയിരിക്കും. Is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിസ്പ്ലേസ് ഇത് ഈ എസ് ഓഫ് 40 പറഞ്ഞാല് T equal to 40 ലെ this the displacement at 40 minutes or seconds or എന്താണ് ഇവിടെ പറയുന്നത്, feet per second അല്ലേ? Yes. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 40 സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്? ഒരാൾ ഇവിടുന്ന് ഇവിടെ പോയിട്ട് പിന്നെ തിരിച്ച് ഇവിടെ തന്നെ എത്തിയ ഡിസ്റ്റൻസ് ട്രാവൽഡ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ട്വൈസ് ദിസ്. സോറി, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് ഇവിടെ എത്തിയ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ 0 ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് പറഞ്ഞാൽ ദിസ് പ്ലസ് ദിസ് ആണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 40 സെക്കൻഡ്സ് ഈക്വൽ ടു 0. അപ്പൊ 40 സെക്കൻഡ്സ് കൊണ്ട് ഇത് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാവുന്നതാണ്. ഇവന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക.
show that at a t equal to 40, the car will be in the same position as it was initially. കാരണം displacement at 40 equal to 0. Therefore, the car was at the starting position itself. Okay.